ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ 76ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം എടപ്പഴിഞ്ഞി SK ഹോസ്പിറ്റലിൻ്റെ നേരെ എതിർവശത്തായിട്ട് പുതുതായിട്ട് തുടങ്ങിയ ശരവണാസ് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ്. ഇതിനു മുമ്പ് ഞാൻ ഇവരുടെ വെള്ളയമ്പലം ഔട്ട്ലെറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡാണ്. അതുകൊണ്ടാണ് ഇന്ന് ഫാമിലി ആയിട്ട് വന്നത്. ചെറിയ സ്പേസിൽ നല്ലൊരു ആംബിയൻസോട് കൂടിയാണ് അവർ ഈ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഇത് വർക്കിംഗ് ആണ് കേട്ടോ. ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വെജിറ്റേറിയൻ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഉച്ചയ്ക്ക് മീൽസും അവൈലബിൾ ആണ്. ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് അധികം വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് ഇത് പ്രയോജനപ്പെടും കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെയാണ് കിച്ചൺ, ഓപ്പൺ കിച്ചൺ ആണ്. ഫുഡെല്ലാം മേക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നല്ല വൃത്തിയോടുകൂടി അവർ കിച്ചൺ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വെബ് സീരീസ് വന്നപ്പോഴാണ് എല്ലാവരും അറിയുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ ഇത്രയധികം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെന്നും ഇതുപോലുള്ള ഒരുപാട് രുചിയുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ കഴിക്കാൻ പറ്റുന്നുള്ള കാര്യം തന്നെ. അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനിയും സപ്പോർട്ട് തരണം. അപ്പം ഞാൻ ഫാമിലി ആയിട്ട് വന്നത് പറഞ്ഞതും കൊണ്ടല്ല, ഒരുപാട് നാളായി ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓർഡർ ചെയ്ത ഐറ്റംസാണ് ഈ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. മസാല ദോശ, നെയ് റോസ്റ്റ്, അതുപോലെ തന്നെ ചന്ന ഭട്ടൂരം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചന്ന ഭട്ടൂരയുടെ കൂടെ തന്നെ ഞങ്ങൾ പൊടിദോശയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊടിദോശ സ്പെഷ്യലാണ് കേട്ടോ. ഗാർലിക് കൊണ്ടുണ്ടാക്കിയ പൊടിദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. മിക്കവാറും ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കാറുള്ളത്. ഇടയ്ക്ക് വെച്ച് ശിവാനിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് എല്ലാവരും ഹാപ്പിയാണ്. അമ്പാടിയുണ്ട്. എല്ലാ ഡിഷും നല്ല ചൂടോടുകൂടിയാണ് സെർവ് ചെയ്തത്. പിന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഫുഡിൻ്റെ ചൂടൊക്കെ അങ്ങ് മാറും. കുറച്ച് ടൈം ആവും വീഡിയോ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഫാമിലി കൊണ്ടുവരാത്ത കേട്ടോ. അവർക്ക് ബോറടിക്കും നമ്മൾ ഇത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ. ഫുഡ് ഐറ്റം ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. അങ്ങനെ ഫുഡെല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടേതായ ഫുഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുക്കാൻ തുടങ്ങി. ശിവാനിക്ക് ചന്ന ഭട്ടൂരയാണ് ഇഷ്ടം. ഈ ഒരു ചന്ന ഭട്ടൂരയുടെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. അത്യാവശ്യം വലിപ്പമായിട്ടുള്ള ഒരു ഭട്ടൂരയാണ്. അതിൻ്റെ കൂടെ 4 ഐറ്റം കറികളുണ്ട്. 2 ഐറ്റം ചമ്മന്തിയും പിന്നെ ചന്നയും പിന്നെ ഒരു കൂട്ടുകറിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ശിവാനി അത് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. ആദ്യം ചന്ന ഭട്ടൂര ശിവാനിയാണ് ടേസ്റ്റ് ചെയ്തത്. അവൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്പാടിക്കും സുജയ്ക്കും ഞാൻ വാങ്ങിക്കൊടുത്തത് മസാല ദോശയാണ്. മസാല ദോശയിൽ 3 ഐറ്റം കറികളുണ്ട്. വട അഡീഷണൽ ആണ് കേട്ടോ. വടയുടെ റേറ്റ് 10 രൂപയാണ്. സാമ്പാർ 2 ഐറ്റം ചട്നിയാണുള്ളത്. മസാലയൊക്കെ നല്ല ചൂടുണ്ട്. ഞാൻ അധികം ടൈമൊന്നും എടുത്തില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് പൊടിദോശയാണ്, ഗാർലിക് പൊടിദോശയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 110 രൂപയാണ്. ഭട്ടൂരയുടെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസാല ദോശയ്ക്ക് 80ഉം അതുപോലെ തന്നെ നെയ് റോസ്റ്റിന് 80ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യത്തിനുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗാർലിക് പൊടിദോശയാണ് പറഞ്ഞത്. നമ്മൾ വീഡിയോ എടുക്കുമ്പം ചൂടൊക്കെ പോകാറുണ്ട്. നല്ല ചൂടോട്ടി ഫ്രഷ് ആയിട്ടാണ് അവർ ചെയ്ത് തരുന്നത്. അപ്പോൾ അത്യാവശ്യം പൊടിയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 4 പേര് 4 ഐറ്റമാണ് ട്രൈ ചെയ്തത്. സാധാരണ നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും മസാല ദോശയാണ് കഴിക്കാറുള്ളത്. മാമി ഇന്ന് നെയ് റോസ്റ്റാണ് കേട്ടോ കഴിക്കുന്നത്. മാമിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പൊടിദോശ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പൊടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഗാർലിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ ഒരു ദോശ ഇഷ്ടപ്പെടത്തുള്ളൂ. കുറച്ച് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് മുമ്പന്തിയിൽ നിൽക്കുന്നുണ്ട്. അമ്പാടിക്ക് ഒരു ഇഡ്ഡലി ഞങ്ങൾ പറഞ്ഞായിരുന്നു കേട്ടോ. ഇവിടെ രാത്രി വന്നാലും നിങ്ങൾക്ക് ചൂടോടുകൂടി ഇഡ്ഡലി കഴിക്കാൻ പറ്റും. അവന് മസാല ദോശ മതി എന്ന് പറഞ്ഞാൽ അവൻ കരച്ചിലായിരുന്നു കേട്ടോ. എങ്കിലും ഒരു ഇഡ്ഡലി വെറുതെ പറഞ്ഞതാണ്, അവന് വേണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇഡ്ഡലി പറഞ്ഞത്. ഇവിടുത്തെ പൊടി ദോശയിലെ പൊടിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. തേങ്ങ നല്ലതുപോലെ ഇടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇടിച്ചമ്മന്തി വേണമെന്നെങ്കിൽ പറയാം. ആ ഒരു ടൈപ്പിലാണ് ഇവിടുത്തെ പൊടി ചെയ്തിട്ടുള്ളത്. നമ്മൾ മുമ്പ് മാർത്താണ്ഡം ചിത്രയിൽ പോയി കഴിച്ചിട്ടുള്ള ആ ഒരു പൊടിയാണ് കേട്ടോ ഇവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സാമ്പാറും ദോശയാണ് എപ്പോഴും ഒരു കോമ്പിനേഷൻ. അത് ഏത് ദോശയായിരുന്നാലും എനിക്ക് സാമ്പാറാണ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരു ഡിഷ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ കറികൾക്കെല്ലാം. അവർ ഹീറ്ററിലാണ് കറികളെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും വന്നാൽ കറികൾ ചൂടോടുകൂടി തന്നെയാണ് അവർ സെർവ് ചെയ്യുന്നത്. ഈ പൊടിയിൽ മുളക് പൊടി അധികമായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല എരിവുണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു പൊടി ദോശ ട്രൈ ചെയ്യാവുന്നതാണ്. എന്തായാലും 110 രൂപയ്ക്ക് വറുത്തെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അമ്പാടി ഇഡ്ഡലിയൊക്കെ മാറ്റി വെച്ചിട്ട്
മസാല ദോശ കഴിച്ചു തുടങ്ങി കേട്ടോ. അവന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അവൻ വെരി ഗുഡ് എന്നൊക്കെ പറയണ കേട്ടോ. പൊതുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും മസാല ദോശയാണ് കൂടുതലായിട്ട് ഇഷ്ടം. പിന്നെ ഓർഡർ ചെയ്തുകൊണ്ട് എല്ലാവരും സെപ്പറേറ്റ് ഇരുന്ന് കഴിക്കുന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ കുറച്ച് മസാല ദോശ ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു. അവൻ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ ഞാൻ ലേശം മസാലയും കുറച്ച് ദോശയും കൂടെ ചേർത്ത് കഴിച്ചു. മസാലയും നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് മസാലയാണ്. ഈ ഒരു പൊടി ദോശ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, നല്ല എരിവുണ്ട്. പകുതി കഴിച്ചപ്പോഴത്തേക്ക് തന്നെ എൻ്റെ വയറ് നിറഞ്ഞായിരുന്നു. ഒരു മസാല ദോശയും കൂടെ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. വെറുതെ ഭക്ഷണം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്യാത്തത്. മസാല ദോശ നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്കിലും പൊടി ദോശ തരക്കേടില്ലാത്തൊരു രുചിയായിരുന്നു. പിന്നെ ഗാർലിക്കിൻ്റെ ആ ഒരു രുചി കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് അധികം ഇത് ശരിയായിട്ടില്ല. അമ്പാടി ആർക്കും കൊടുക്കാതെ മസാല ദോശ ഒറ്റയ്ക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. സുജയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല, അവൻ കൊടുക്കുന്നില്ല. അങ്ങനെ സുജ അവന് വാങ്ങിച്ച ഇഡ്ഡലിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നല്ല മസാല ദോശയായിരുന്നു കേട്ടോ, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ശിവാനിയുടെ പ്ലേറ്റിലിരുന്ന ചന്ന ഭട്ടൂര ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഭട്ടൂര അത്യാവശ്യം വലിയൊരു ഭട്ടൂരയാണ് കേട്ടോ. കുറച്ച് ചെന്നൈയും കൂടെ എടുത്തിട്ട് ലേശം ഒന്ന് കഴിച്ചു നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെന്നൈക്ക്. നേരത്തെ ശിവാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ 2 കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതുപോലെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എന്തായാലും 80 രൂപയ്ക്ക് വർത്താണ് കേട്ടോ ആ ഒരു ചെന്ന ഭട്ടൂര. മസാല ദോശ കഴിച്ചതിനൊക്കെ എനിക്ക് മതി വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്പാടിയുടെ ആ ഒരു പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിച്ചു കേട്ടോ. അവൻ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയാണ്. എങ്കിലും അവന് വേണമെങ്കിൽ ഒന്നും കൂടെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സാമ്പാറോട്ട് കഴിച്ചു കേട്ടോ, നല്ല കിടിലൻ ടേസ്റ്റ്. പൊടി ദോശ എങ്ങനെയുണ്ട് സുജ? കൊള്ളായിട്ടുണ്ടല്ലേ? മാമിക്കും പൊടി ദോശ ഇഷ്ടപ്പെട്ടല്ലേ? നന്നായിട്ടുണ്ടല്ലോ അല്ലേ? വെളുത്തുള്ളി ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടുള്ളൂ അല്ലേ? ശകലയുള്ളൂ അല്ലേ? അടി മസാല ദോശ എങ്ങനെയുണ്ട്? മസാല ദോശ എങ്ങനെയുണ്ട്? സൂപ്പറാ, കൊള്ളാമോ? അപ്പോൾ പൊടി ദോശയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ. എല്ലാവരും പൊടി ദോശ എല്ലാം കഴിച്ചതിന് ശേഷം അവരുടെ സ്പെഷ്യൽ കോഫിയും കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ. ഫിൽറ്റർ കോഫിയാണ് അവർ ഇവിടെ കൊടുക്കുന്നത്. സാധാരണ എല്ലായിടത്തും സ്റ്റീൽ ഗ്ലാസ്സിലാണ്, ഇവിടെ കുപ്പി ഗ്ലാസ്സിലാണ് കേട്ടോ അവർ കോഫിയും ചായയെല്ലാം സെർവ് ചെയ്ത്. ശിവാനിക്ക് മാത്രം ബൂസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു കോഫിയുടെ റേറ്റ് വരുന്നത് 17 രൂപയാണ്. കോഫി സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത്. കുടിച്ചു നോക്കട്ടെ. ഫിൽറ്റർ കോഫിയാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ കോഫി കൂടെ പാടില്ല കേട്ടോ. നല്ല സ്ട്രോങ് കോഫി. ഫുഡെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ശരവണാസാണ് നമ്മുടെ SK ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പുതുതായിട്ട് തുടങ്ങിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നല്ല ഫുഡ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വീട്ടിലെത്തി. ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരവണാസിൽ പുതുതായിട്ട് തുടങ്ങിയാണ്. തിരുവനന്തപുരം എടപ്പഴിഞ്ഞി SK ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉള്ളത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് അവരുടെ ചന്ന ഭട്ടൂരാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊടി ദോശയും അത്യാവശ്യം നല്ല രുചിയുണ്ടായിരുന്നു. ഗാർലിക് പൊടി ദോശയാണ് ഞാൻ കഴിച്ചത്. നെയ് റോസ്റ്റ് മസാല ദോശ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പുതുതായിട്ട് തുടങ്ങിയത്. അത് നമ്മൾ ഫാമിലി ആയിട്ട് പോയത്. ഒരുപാട് നാളായി ഫാമിലി ആയിട്ട് പോയി കഴിച്ചിട്ട്. SK ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അങ്ങനെ അധികം വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് വളരെ എളുപ്പമാണ്. ഉച്ചയ്ക്ക് അവർ ഊണൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്. അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും